രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ ഫെന്നി നൈനാനെതിരെ കേസെടുത്തു. സൈബർ പോലീസാണ് രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെന്നിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ഈ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം തുടർച്ചയായി നടക്കുന്നുണ്ട്. അതിൽ ഇന്ന് ഫെന്നി നൈനാൻ അതിന് തീ പകരുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയും സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ കേസിന്റെ സ്വഭാവം? വിജയകുമാരി, ഉപതെരഞ്ഞെടുപ്പിന് ശേഷം രാഹുലുമായി ബന്ധപ്പെടാൻ ഫെനി നൈനെ ബന്ധപ്പെട്ടിരുന്നു നേരത്തെ തന്നെ അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിന് പിന്നാലെ രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചില അതിജീവിതയുമായിട്ടുള്ള ചില വാട്സ്ആപ്പ് ചാറ്റിന്റെ വിവരങ്ങളടക്കം പുറത്തേക്ക് വിട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ഫെനി നൈനാൻ ഈ വാട്സ്ആപ്പ് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ അതിജീവിത തനിക്കെതിരെ ഉയരുന്ന സൈബർ അധിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവി അത് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും അതേപോലെ സൈബർ വിഭാഗത്തിനും കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഫെനി നൈനാന്റെ വെളിപ്പെടുത്തലും ഫെനി നൈനാൻ പുറത്തുവിട്ട വിവരങ്ങളും കൂടാതെ അതിജീവിതയുടെ വാട്സ്ആപ്പ് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സൈബർ പോലീസിന്റെ കേസ്. അതിൽ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ ഇങ്ങനെ തുടരുന്ന ചില ആക്രമണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെയൊക്കെ ചില ഫേസ്ബുക്ക് വീഡിയോകളടക്കം പോലീസ് ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഫെനി നൈനാനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും സൈബർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമാണ് ഫെന്നിക്കെതിരെയാണ് ഇപ്പോൾ സൈബർ ആക്രമണത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.